കാര്യം ഫ്രം ദ ഡയറക്ടർ ഓഫ് തിര എന്ന് പറഞ്ഞാണ് ഈ ഒരു മൂവി കൂടുതലും മാർക്കറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് ശരിക്കും ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് തോന്നിയത്. കാരണം ഈ ഒരു തിര ഫേസ് ചെയ്യുന്ന ആ ഒരു തിരയുടെ ഒരു മെയിൻ പ്ലോട്ടുണ്ട് ഈ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെ. അതുപോലെ തന്നെ ഒരു ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെ പ്ലോട്ടാണ് വലിയ പുതുമയൊന്നുമില്ലാതെ ഈ ഒരു സിനിമയിൽ നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. കാരണം ഈ ഒരു സിനിമയുടെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് ഈ ഒരു ദേവ് മഹേന്ദ്രൻ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ, നോബിൾ ബാബു തോമസ് ചെയ്യുന്ന ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ വൈഫും കുട്ടിയുമായിട്ട് അദ്ദേഹം ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിന് വേണ്ടിയാണ് അവിടെ വരുന്നത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ പാസ്റ്റുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ട് അദ്ദേഹത്തിന് ഒരു ക്രൈസിസ് വരുന്നു. സോ ഒരു ക്രൈസിസിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു പാസ്റ്റുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ട ആളുകളൊക്കെ എങ്ങനെയാണ് ആ ഒരു ഹ്യൂമൻ ട്രാഫിക്കിംഗ് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നത് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ പ്രധാന സ്റ്റോറി. സോ ഈ ഒരു മൂവിയിലെ ഏറ്റവും വലിയൊരു പ്രശ്നം അതിൻ്റെ സ്ക്രീൻ പ്ലേ തന്നെയാണ്. പിന്നെ അതിൻ്റെ ഡയലോഗ്സും കുറേ ഡയലോഗ്സും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഇപ്പോൾ ശ്വേതാമേനോൻ്റെ ക്യാരക്ടറൊക്കെ വരുന്നുണ്ട്. സോ ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ഫസ്റ്റ് സീക്വൻസസ് തന്നെ കാണിക്കുന്ന ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കോമഡി ഫീൽ തോന്നും. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു ഡയലോഗ്സ് ഒക്കെ ഒരു കോമഡി ആയിട്ടാണ് തോന്നുന്നത്. സോ അതുപോലെ തന്നെ പല പല സംഭവങ്ങളും ഈ ഒരു മൂവിയിൽ കാര്യമായിട്ട് അലൈൻ ആവുന്നില്ല. കാരണം ഈ ഒരു മൂവി വേണമെങ്കിൽ കാണാം, കാരണം കണ്ടാലും നഷ്ടമില്ല, കണ്ടില്ലെങ്കിൽ നഷ്ടമില്ല, ആ ഒരു രീതിയിലാണ് ഈ ഒരു മൂവി മുന്നോട്ട് പോകുന്നത്. അതെല്ലാം നോക്കുവാണെങ്കിൽ ഈ ഒരു റിച്ച് ആയിട്ടുള്ള മേക്കിംഗ്, സിനിമാറ്റോഗ്രഫി, ആ ഒരു ആക്ഷൻ സീക്വൻസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാം തന്നെ നമുക്കൊരു ഗൂസ് ബംപ് മൊമെന്റ്സ് തരുന്ന രീതിയിലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊന്നുമില്ല. സ്ക്രീനിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, വേണമെങ്കിൽ കണ്ടിരിക്കാം. അതെല്ലാം നോക്കുവാണെങ്കിൽ കാര്യമായിട്ട് നമുക്ക് ഓർത്ത് വെക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളോ, നല്ലൊരു സ്ക്രീൻ പ്ലേ ഉള്ള ഒരു ആക്ഷൻ മൂവിയോ, ഇമോഷണൽ ഡെപ്തോ, അങ്ങനെയുള്ള സംഭവങ്ങൾ ഈ ഹ്യൂമൻ ട്രാഫിക്കിനെ കുറിച്ച് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് കോമഡിയൊക്കെ വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഈ ഒരു മൂവിയിലുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ ബേസ് ചെയ്ത് വളരെ സീരിയസ് ലൈനിൽ പോകുന്ന ഒരു മൂവി അല്ല എന്നുള്ളത് ഈ ഒരു സിനിമയുടെ പ്രധാന പ്രശ്നമാണ്. അതിനോട് തന്നെ ആക്ഷൻ സീക്വൻസസും ഈ ഒരു സിനിമാറ്റോഗ്രഫിയും ഒക്കെ തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും പോസിറ്റീവ്സ് ആയിട്ടുള്ള സംഭവങ്ങൾ. ബാക്കി നോക്കുകയാണെങ്കിൽ ഡയലോഗ്സ് ആണെങ്കിലും സ്ക്രീൻ പ്ലേ ആണെങ്കിലും ഒന്നും തന്നെ ആ ഒരു ലെവലിൽ വരുന്നില്ല എന്നുള്ളത് ഈ ഒരു സിനിമയുടെ നെഗറ്റീവാണ്. ഈ ഒരു പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള പെർഫോം ചെയ്യാനുള്ള സംഭവങ്ങളൊന്നും ഈ ഒരു മൂവിയിൽ ആർക്കുമില്ല. മെയിൻലി നായകന് പോലും ഇല്ല. കാരണം ആൻസേഴ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം ആ ഒരു രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സംഭവങ്ങളൊന്നും ആർക്കും തന്നെ ഇല്ല. സോ അതുകൊണ്ട് താല്പര്യമുള്ളത് കണ്ടു നോക്കാം. ഇപ്പോൾ തിയേറ്റേഴ്സിൽ അവൈലബിൾ ആണ്.